നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSCയുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കേരളം സംസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിന്റെ ഫസ്റ്റ് ടോപ്പിക്കായ ആരാധനാലയങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. പ്രശസ്തമായ ക്ഷേത്രങ്ങൾ. 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ കൊള്ളയടിച്ച കൊച്ചിയിലെ ക്ഷേത്രമാണ് പള്ളുരുത്തി. 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ കൊള്ളയടിച്ച കൊച്ചിയിലെ ക്ഷേത്രം പള്ളുരുത്തി. മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്തെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് അഞ്ചുമൂർത്തി ക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്തെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് പാലക്കാട് ജില്ലയിലെ അഞ്ചുമൂർത്തി ക്ഷേത്രം. ഏഴുകൂറ്റി ബ്രാഹ്മണർ, ഒരു നായർ ജന്മി, രാജാവ്, ഇങ്ങനെ 9 പേർ അടങ്ങിയ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി അറിയപ്പെട്ടിരുന്ന പേര് എട്ടരയോഗം. ഏഴുപോറ്റി ബ്രാഹ്മണർ, ഒരു നായർ ജന്മി, രാജാവ്, ഇങ്ങനെ 9 പേർ അടങ്ങിയ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി അറിയപ്പെട്ടിരുന്ന പേര് എട്ടരയോഗം. ഏത് ക്ഷേത്രത്തിലിരുന്നാണ് മേൽപ്പത്തൂർ ഭട്ടതിരി നാരായണീയം രചിച്ചത്? ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിലിരുന്നാണ് മേൽപ്പത്തൂർ ഭട്ടതിരി നാരായണീയം രചിച്ചത്. ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പുൽപ്പള്ളി. കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പുൽപ്പള്ളി. ഏത് ക്ഷേത്രത്തിലെ ഉത്സവമാണ് വൈശാഖോത്സവം? കൊട്ടിയൂർ. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവമാണ് വൈശാഖോത്സവം. കൊല്ലം ജില്ലയിൽ എവിടെയാണ് പ്രശസ്തമായ മഹാഗണപതി ക്ഷേത്രം? കൊട്ടാരക്കര. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ് പ്രശസ്തമായ മഹാഗണപതി ക്ഷേത്രം. കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം? കല്ലേക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് പാലക്കാട് ജില്ലയിലെ കല്ലേക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ക്ഷേത്ര കലാപീഠം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വൈക്കം. ക്ഷേത്ര കലാപീഠം വൈക്കത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം? പവിത്രേശ്വരം ക്ഷേത്രം, കൊല്ലം ജില്ല. കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം കൊല്ലം ജില്ലയിലെ പവിത്രേശ്വരം ക്ഷേത്രം. കേരളത്തിലെ ഏക ഗരുഡ ക്ഷേത്രം എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ വെള്ളാമശ്ശേരി ഗരുഡൻകാവ് ക്ഷേത്രം. കേരളത്തിലെ ഏക ഗരുഡ ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ വെള്ളാമശ്ശേരി ഗരുഡൻകാവ് ക്ഷേത്രം. കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ. കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണിലാണ്. തച്ചോളി ഒതേനന്റെ സ്മരണയ്ക്കു വേണ്ടി വാർഷിക ചടങ്ങുകൾ നിർവഹിക്കപ്പെടുന്ന ക്ഷേത്രമാണ് ലോകനാർക്കാവ് ക്ഷേത്രം. തച്ചോളി ഒതേനന്റെ സ്മരണയ്ക്കു വേണ്ടി വാർഷിക ചടങ്ങുകൾ നിർവഹിക്കപ്പെടുന്ന ക്ഷേത്രമാണ് ലോകനാർക്കാവ് ക്ഷേത്രം. നാവാമുകുന്ദ ക്ഷേത്രം എവിടെയാണ്? തിരുനാവായ. നാവാമുകുന്ദ ക്ഷേത്രം തിരുനാവായയിലാണ്. പാർത്ഥസാരഥി ക്ഷേത്രം ആറന്മുള. പാർത്ഥസാരഥി ക്ഷേത്രം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ. പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ചമയ വിളക്കുമായി എത്തുന്ന ആഘോഷം നടക്കുന്ന സ്ഥലം? കൊല്ലം ജില്ലയിലെ കൊറ്റൻകുളങ്ങര. പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ചമയ വിളക്കുമായി എത്തുന്ന ആഘോഷം നടക്കുന്ന ക്ഷേത്രം കൊല്ലം ജില്ലയിലെ കൊറ്റൻകുളങ്ങരയിൽ. ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം? തലശ്ശേരിയിലെ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം തലശ്ശേരിയിലെ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം എവിടെയാണ്? തിരുവനന്തപുരം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്താണ്. അർദ്ധകാശി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രം? കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം. അർദ്ധകാശി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം.
മഹാവിഷ്ണുവിന്റെ മത്സ്യാവതാരത്തിലുള്ള പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം മീനങ്ങാടി മത്സ്യാവതാര ക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ മത്സ്യാവതാരത്തിലുള്ള പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം മീനങ്ങാടി മത്സ്യാവതാര ക്ഷേത്രം. മടവൂർ പാറ ഗുഹാക്ഷേത്രം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. മടവൂർ പാറ ഗുഹാക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് റെജിമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള കേരളത്തിലെ ക്ഷേത്രം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് റെജിമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള കേരളത്തിലെ ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം. എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. വള്ളസദ്യ എന്ന പ്രസിദ്ധമായ വഴിപാടിന് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. വള്ളസദ്യ എന്ന പ്രസിദ്ധമായ വഴിപാടിന് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ചിത്ര പൗർണമി ഉത്സവം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രം. ചിത്ര പൗർണമി ഉത്സവം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഇടുക്കി ജില്ലയിലെ മംഗളാദേവി ക്ഷേത്രം. രേവതി പട്ടത്താനത്തിന്റെ വേദി കോഴിക്കോട് തളിക്ഷേത്രം. രേവതി പട്ടത്താനത്തിന്റെ വേദി കോഴിക്കോട് തളിക്ഷേത്രം. കേരളത്തിൽ വർഷത്തിൽ 12 ദിവസം മാത്രം നട തുറക്കുന്ന ക്ഷേത്രം തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. കേരളത്തിൽ വർഷത്തിൽ 12 ദിവസം മാത്രം നട തുറക്കുന്ന ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. കുട്ടംകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം കൂടൽമാണിക്യ ക്ഷേത്രം. കുട്ടംകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് കൂടൽമാണിക്യം ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ നാഗാരാധനയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രം മണ്ണാറശാല. ആലപ്പുഴ ജില്ലയിലെ നാഗാരാധനയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രം മണ്ണാറശാല. ഇടുക്കിയിലെ മംഗളാദേവി ക്ഷേത്രം ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? കണ്ണങ്കി. ഇടുക്കിയിലെ മംഗളാദേവി ക്ഷേത്രം കണ്ണങ്കിക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഉണ്ണുനീലി സന്ദേശത്തിൽ പരാമർശിക്കുന്ന ശിവക്ഷേത്രമേത്? കടത്തുരുത്തി. ഉണ്ണുനീലി സന്ദേശത്തിൽ പരാമർശിക്കുന്ന ശിവക്ഷേത്രം കടത്തുരുത്തി. വാസ്കോഡഗാമയും കൂട്ടരും ക്രിസ്ത്യൻ പള്ളിയാണെന്ന് കരുതി പ്രാർത്ഥിച്ച കോഴിക്കോട്ടെ ഹിന്ദു ക്ഷേത്രം പുത്തൂർ. വാസ്കോഡഗാമയും കൂട്ടരും ക്രിസ്ത്യൻ പള്ളിയാണെന്ന് കരുതി പ്രാർത്ഥിച്ച കോഴിക്കോട്ടെ ഹിന്ദു ക്ഷേത്രമാണ് പുത്തൂർ. കവിയൂർ ഗുഹാക്ഷേത്രം ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. കവിയൂർ ഗുഹാക്ഷേത്രം ആലപ്പുഴ ജില്ലയിലാണ്. കടവല്ലൂർ അന്യോന്യത്തിന് വേദിയായ ശ്രീരാമക്ഷേത്രം ഏത് ജില്ലയിലാണ്? തൃശൂർ. കടവല്ലൂർ അന്യോന്യത്തിന് വേദിയായ ശ്രീരാമക്ഷേത്രം തൃശൂർ ജില്ലയിലാണ്. സീതയും ലവകുശന്മാരും പ്രതിഷ്ഠാമൂർത്തികളായിട്ടുള്ള കേരളത്തിലെ ക്ഷേത്രമാണ് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി. സീതയും ലവകുശന്മാരും പ്രതിഷ്ഠാമൂർത്തികളായിട്ടുള്ള കേരളത്തിലെ ക്ഷേത്രമാണ് പുൽപ്പള്ളി. ചങ്ങല മുനീശ്വരൻ മരക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. ചങ്ങല മുനീശ്വരൻ മരക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. കൊല്ലം ജില്ലയിൽ ദുര്യോധന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലനട. കൊല്ലം ജില്ലയിൽ ദുര്യോധന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലനട. കേരളത്തിൽ ഭരതനു സമർപ്പിച്ചിട്ടുള്ള ക്ഷേത്രം കൂടൽമാണിക്യ ക്ഷേത്രം. കേരളത്തിൽ ഭരതന് സമർപ്പിച്ചിട്ടുള്ള ക്ഷേത്രം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യ ക്ഷേത്രം. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. കേരളത്തിലെ പ്രസിദ്ധമായ തടാക ക്ഷേത്രം അനന്തപുരം. കേരളത്തിലെ പ്രസിദ്ധമായ തടാക ക്ഷേത്രം അനന്തപുരം. പെരുന്തച്ചൻ പണിതതായി കരുതുന്ന ആലുവയ്ക്ക് സമീപമുള്ള ക്ഷേത്രം ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം. പെരുന്തച്ചൻ പണിതതായി കരുതുന്ന ആലുവയ്ക്ക് സമീപമുള്ള ക്ഷേത്രമാണ് ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം. നാലമ്പലങ്ങൾ എന്നറിയപ്പെടുന്നത് തൃപ്രയാർ, ഇരിങ്ങാലക്കുട, തിരുമുഴിക്കുളം,
പായമ്മൽ. നാലമ്പലങ്ങൾ എന്നറിയപ്പെടുന്നത് തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്രം, ഇരിങ്ങാലക്കുടയിലെ ഭരതക്ഷേത്രം, തിരുമൂഴിക്കുളത്തെ ലക്ഷ്മണ ക്ഷേത്രം, പായമ്മലിലെ ശത്രുഘ്ന ക്ഷേത്രം. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ സീസണൽ വരുമാനമുള്ളത് ശബരിമല. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ സീസണൽ വരുമാനമുള്ളത് ശബരിമല. എത്ര വർഷത്തിലൊരിക്കലാണ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്നത്? 6 വർഷത്തിലൊരിക്കലാണ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്നത്. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന 4 അമ്പലങ്ങളിൽ ഉൾപ്പെടുന്ന ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന 4 അമ്പലങ്ങളിൽ ഉൾപ്പെടുന്ന ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം. കണ്ണൂർ ജില്ലയിൽ എവിടെയാണ് മുത്തപ്പൻ ക്ഷേത്രം? പറശ്ശിനിക്കടവ്. കണ്ണൂർ ജില്ലയിൽ പറശ്ശിനിക്കടവിലാണ് മുത്തപ്പൻ ക്ഷേത്രം. കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് ഏത് ക്ഷേത്രത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്? അമ്പലപ്പുഴ. കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം സൂക്ഷിച്ചിരുന്നത് എവിടെയായിരുന്നു? അമ്പലപ്പുഴ. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം സൂക്ഷിച്ചിരുന്നത് അമ്പലപ്പുഴയിലായിരുന്നു. വേലക്കളിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം. വേലക്കളിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ കൽപ്പാത്തി ഏത് ജില്ലയിലാണ്? പാലക്കാട്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ കൽപ്പാത്തി പാലക്കാട് ജില്ലയിലാണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി മഹാവിഷ്ണു. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി മഹാവിഷ്ണുവാണ്. തിരുവിതാംകൂർ രാജാവ് ശബരിമല ശാസ്താവിനെ സമർപ്പിച്ച തങ്ക അങ്കി സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. തിരുവിതാംകൂർ രാജാവ് ശബരിമല ശാസ്താവിനെ സമർപ്പിച്ച തങ്ക അങ്കി സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. തിരുനെല്ലി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി വിഷ്ണു. തിരുനെല്ലി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി വിഷ്ണു. ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്നത് കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം. ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം. ദക്ഷിണ വാരണസി എന്നറിയപ്പെടുന്നത് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ദക്ഷിണ വാരണസി എന്നറിയപ്പെടുന്നത് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്നത് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്നത് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. അടുത്തത് നമുക്ക് മറ്റ് ആരാധനാലയങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. പരദേശി സിനഗോഗ് എവിടെയാണ്? മട്ടാഞ്ചേരി. പരദേശി സിനഗോഗ് മട്ടാഞ്ചേരിയിലാണ്. പുളിയാർമല അനന്തനാഥ സ്വാമി ജൈന ക്ഷേത്രം ഏത് ജില്ലയിലാണ്? വയനാട്. പുളിയാർമല അനന്തനാഥ സ്വാമി ജൈന ക്ഷേത്രം വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലാണ്. കല്ലിൽ ജൈന ക്ഷേത്രം ഏത് ജില്ലയിലാണ്? എറണാകുളം. നിലവിൽ ഇതൊരു ഹിന്ദു ക്ഷേത്രമാണ്. ജൈന മതക്കാരും പ്രാർത്ഥിച്ചു വരുന്നു. കല്ലിൽ ജൈന ക്ഷേത്രം എറണാകുളം ജില്ലയിലാണ്. കിടങ്ങനാട് ജൈന ക്ഷേത്രം ഏത് ജില്ലയിലാണ്? വയനാട്. കിടങ്ങനാട് ജൈന ക്ഷേത്രം വയനാട് ജില്ലയിലാണ്. ഹിന്ദുക്കൾക്ക് പുറമെ ജൈനരും ബൗദ്ധരും പ്രാർത്ഥന നടത്തുന്ന തൃക്കൂർ മഹാദേവ ക്ഷേത്രം ഏത് ജില്ലയിലാണ്? തൃശൂർ. ഹിന്ദുക്കൾക്ക് പുറമെ ജൈനരും ബൗദ്ധരും പ്രാർത്ഥന നടത്തുന്ന തൃക്കൂർ മഹാദേവ ക്ഷേത്രം തൃശൂർ ജില്ലയിലാണ്. ജൈനിമേട് ജൈന ക്ഷേത്രം ഏത് ജില്ലയിലാണ്? പാലക്കാട്. ജൈനിമേട് ജൈന ക്ഷേത്രം പാലക്കാട് ജില്ലയിലാണ്. അടുത്തത് നമുക്ക് മ്യൂസിയങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. അറക്കൽ കെട്ട് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആയിക്കര. അറക്കൽ കെട്ട് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആയിക്കര. AK ഗോപാലന്റെ സ്മരണാർത്ഥം സ്മൃതി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല കണ്ണൂർ. AK ഗോപാലന്റെ സ്മരണാർത്ഥം സ്മൃതി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല കണ്ണൂർ. BK കൃഷ്ണമേനോൻ മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട്.
VK കൃഷ്ണമേനോൻ മ്യൂസിയം കോഴിക്കോട് ജില്ലയിലാണ്. ശക്തൻ തമ്പുരാൻ മ്യൂസിയം എവിടെയാണ്? തൃശൂർ. ശക്തൻ തമ്പുരാൻ മ്യൂസിയം തൃശൂർ ജില്ലയിലാണ്. കുമാരനാശാൻ നാഷണൽ മ്യൂസിയം എവിടെയാണ്? തോന്നയ്ക്കൽ. കുമാരനാശാൻ നാഷണൽ മ്യൂസിയം തോന്നയ്ക്കലിലാണ്. കുഞ്ഞാലി മരക്കാർ മെമ്മോറിയൽ മ്യൂസിയം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. കുഞ്ഞാലി മരക്കാർ മെമ്മോറിയൽ മ്യൂസിയം കോഴിക്കോട് ജില്ലയിലാണ്. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ മ്യൂസിയം ഓഫ് ക്ലാസിക്കൽ ആർട്സ് എവിടെയാണ്? കൊട്ടാരക്കര. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ മ്യൂസിയം ഓഫ് ക്ലാസിക്കൽ ആർട്സ് കൊട്ടാരക്കരയിലാണ്. കേരളത്തിൽ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? കായംകുളം. കേരളത്തിൽ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത് കായംകുളത്താണ്. കേരളത്തിൽ ആദ്യത്തെ സഹകരണ മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം കോഴിക്കോടാണ്. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി. തിരുവനന്തപുരം മ്യൂസിയം വളപ്പിലെ ആർട്ട് ഗാലറിക്ക് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? KCS പണിക്കർ. തിരുവനന്തപുരം മ്യൂസിയം വളപ്പിലെ ആർട്ട് ഗാലറിക്ക് KCS പണിക്കരുടെ പേരാണ് നൽകിയിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം ഏത് ജില്ലയിലാണ്? കോട്ടയം. വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം കോട്ടയം ജില്ലയിലാണ്. പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട്. പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം കോഴിക്കോടാണ്. മണ്ണ് മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരത്ത് പാറോട്ടുകോണം. മണ്ണ് മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരത്ത് പാറോട്ടുകോണം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരൂർ. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മ്യൂസിയം തിരൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്തോ പോർച്ചുഗീസ് മ്യൂസിയം എവിടെയാണ്? കൊച്ചി. ഇന്തോ പോർച്ചുഗീസ് മ്യൂസിയം കൊച്ചിയിലാണ്. വയനാട് ഹെറിറ്റേജ് മ്യൂസിയം എവിടെയാണ്? അമ്പലവയൽ. വയനാട് ഹെറിറ്റേജ് മ്യൂസിയം അമ്പലവയലിലാണ്. കയർ മ്യൂസിയം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ കലവൂരിൽ. കയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരിൽ. ഹിൽ പാലസ് മ്യൂസിയം എവിടെയാണ്? തൃപ്പൂണിത്തറ. ഹിൽ പാലസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്തറ. ഫോക്ലോർ ആൻഡ് ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം എവിടെയാണ്? നെടുമങ്ങാട്. ഫോക്ലോർ ആൻഡ് ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നെടുമങ്ങാട്. ബേ ഐലൻഡ് ഡ്രിഫ്റ്റ് വുഡ് മ്യൂസിയം എവിടെയാണ്? കുമരകം. ബേ ഐലൻഡ് ഡ്രിഫ്റ്റ് വുഡ് മ്യൂസിയം കുമരകത്താണ്. കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം ആൻഡ് റിസർച്ച് സെന്റർ പാക്കനാൽ. ഒന്നുകൂടിട്ടാ. കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം ആൻഡ് റിസർച്ച് സെന്റർ എവിടെയാണ്? പാക്കനാർപുരം. കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം ആൻഡ് റിസർച്ച് സെന്റർ പാക്കനാർപുരത്താണ്. കേരളത്തിൽ പോലീസ് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊല്ലം. കേരളത്തിൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ക്ഷേത്ര മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് എവിടെ? കൊടുങ്ങല്ലൂർ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ക്ഷേത്ര മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് കൊടുങ്ങല്ലൂരാണ്. നേപ്പിയർ മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരം. നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരത്താണ്. നിള ഹെറിറ്റേജ് മ്യൂസിയം നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലം പൊന്നാനി. നിള ഹെറിറ്റേജ് മ്യൂസിയം നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലം പൊന്നാനി. പഴശ്ശിരാജ മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മലബാർ പോലീസ് മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോട്. മലബാർ പോലീസ് മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് കോട്ടയത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് കോട്ടയത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ മ്യൂസിയം കുന്നമംഗലം. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ മ്യൂസിയം കുന്നമംഗലം. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത്. നാളികേര മ്യൂസിയം എവിടെയാണ്? ഇടപ്പള്ളി. നാളികേര മ്യൂസിയം ഇടപ്പള്ളിയിൽ. നിയമസഭാ മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരം. നിയമസഭാ മ്യൂസിയം തിരുവനന്തപുരത്ത്. മ്യൂറൽ ആർട്ട് മ്യൂസിയം എവിടെയാണ്? തൃശൂർ. മ്യൂറൽ ആർട്ട് മ്യൂസിയം തൃശൂർ ജില്ലയിലാണ്. രവി കരുണാകരൻ മ്യൂസിയം എവിടെയാണ്? ആലപ്പുഴ. രവി കരുണാകരൻ മ്യൂസിയം ആലപ്പുഴ ജില്ലയിലാണ്.
വള്ളത്തോൾ മ്യൂസിയം എവിടെയാണ്? ചെറുതുരുത്തി. വള്ളത്തോൾ മ്യൂസിയം ചെറുതുരുത്തിയിലാണ്. ശർക്കര മ്യൂസിയം എവിടെയാണ്? മറയൂർ. ശർക്കര മ്യൂസിയം മറയൂരിലാണ്. ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ. ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം തിരുവനന്തപുരം ജില്ലയിൽ. കിറ്റാർട്സ് മ്യൂസിയം എവിടെയാണ്? ചേവായൂർ. കിറ്റാർട്സ് മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ ചേവായൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുതിരമാളിക മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരം. കുതിരമാളിക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ. ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ് മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ. ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ് മ്യൂസിയം തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലൈറ്റ് ഹൗസ് മ്യൂസിയം എവിടെയാണ്? ആലപ്പുഴ. ലൈറ്റ് ഹൗസ് മ്യൂസിയം ആലപ്പുഴ ജില്ലയിലാണ്. ഫോക്ലോർ മ്യൂസിയം എവിടെയാണ്? തേവര. ഫോക്ലോർ മ്യൂസിയം തേവരയിലാണ്. കേരള ചരിത്ര മ്യൂസിയം എവിടെയാണ്? ഇടപ്പള്ളി. കേരള ചരിത്ര മ്യൂസിയം ഇടപ്പള്ളിയിലാണ്. കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലവിൽ വന്നത് കണ്ണൂർ. കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലവിൽ വന്നത് എവിടെ? കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ ബാങ്കിംഗ് മ്യൂസിയം തിരുവനന്തപുരം ജില്ലയിലെ കവടിയാർ. കേരളത്തിലെ ആദ്യത്തെ ബാങ്കിംഗ് മ്യൂസിയം തിരുവനന്തപുരം ജില്ലയിലെ കവടിയാർ. കേരളത്തിലെ ആദ്യത്തെ കൈത്തറി മ്യൂസിയം നിലവിൽ വന്നത് കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ കൈത്തറി മ്യൂസിയം നിലവിൽ വന്നത് കണ്ണൂർ. ദക്ഷിണേന്ത്യൻ സാംസ്കാരിക മ്യൂസിയം ഏത് സാംസ്കാരിക സ്ഥാപനത്തിലാണുള്ളത്? കേരള കലാമണ്ഡലം. ദക്ഷിണേന്ത്യൻ സാംസ്കാരിക മ്യൂസിയം കേരള കലാമണ്ഡലം എന്ന സാംസ്കാരിക സ്ഥാപനത്തിലാണ് ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെന്റ് മ്യൂസിയം ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെന്റ് മ്യൂസിയം ആലപ്പുഴ ജില്ലയിലാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളം സംസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.